എല്ലാ സിനിമയും ഗുണവും ദോഷവും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു. മാസ് സൈക്കോളജിക്കൽ എൻ്റർടൈനേഴ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൂഡില്ല, ഒരു കഥയിലൊന്നും ഒരു കഴമ്പില്ലെങ്കിലും ഒരു ബ്ലോക്ക് ബസ്റ്ററൊക്കെ പോയി കണ്ട് ഇടിയും ചവിട്ടും മ്യൂസിക്കും എല്ലാം കേട്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ 150 അല്ലെങ്കിൽ 250 രൂപ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു 250 രൂപയ്ക്ക് കൺസൾട്ടേഷൻ കിട്ടില്ല. അതേ പറഞ്ഞത്. ഇപ്പോൾ 250 രൂപയ്ക്ക് ഒരു ചെറിയ ടിക്കറ്റിലേക്ക് ഇത് കൊടുക്കാനായിട്ട് ഒരു സിനിമാ പ്രവർത്തകർ, ഒരു സംവിധായകൻ ഒരു 4-5 വർഷം പോക്കാണ് ഒരു സിനിമ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ. പ്രൊഡ്യൂസർ അറിയാലോ എന്തുമാത്രം ഫൈനാൻഷ്യൽ റിസ്ക് ഇവിടെ വരും. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, എന്തുകൊണ്ട് നമുക്ക് പ്രൊഡ്യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്തുകൂടാ, ഡയറക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്തുകൂടാ, ആർട്ടിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്തുകൂടാ, അവരുടെ മനസ്സിൻ്റെ മൊത്തമായിട്ട് കൊട്ടേഷൻ അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചെങ്കിൽ ചിന്തിച്ച കാലം മുതൽ ആർട്ടിസ്റ്റുകളായിട്ടും ഡയറക്ടേഴ്സായിട്ടും പ്രൊഡ്യൂസേഴ്സായിട്ടും ഒരു സിനിമ ഫൈനാൻഷ്യലി ഡയറക്ടറും പ്രൊഡ്യൂസറും അദ്ദേഹമായിരുന്നു. ആ സിനിമ മൊത്തത്തിൽ സ്റ്റക്കായ സമയത്താണ് നമുക്ക് ഈ ഡയറക്ടറെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഡയറക്ടർ പ്രൊഡ്യൂസറെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. ആ സിനിമ എൻ്റെ അറിവനുസരിച്ച് 86-90 കോടിയിലേക്ക് അത് ലാൻഡ് ചെയ്ത ഒരു പ്രമുഖമായൊരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു.